നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എല്ലാവരും ഈ ഭൂമി ജീവിക്കാനുള്ളവരല്ല. ഒരു സമയത്ത് നമ്മൾ ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണ്. നമ്മൾ ഈ ഭൂമി വിട്ട് എങ്ങോട്ടാണ്, എവിടേക്കാണ് പോകേണ്ടതെന്ന് നാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ തീരുമാനിക്കണം. ഒന്ന് സ്വർഗമെന്നുണ്ട്, അതുപോലെ നരകമെന്നുണ്ട്. അപ്പൊ നരകത്തിൽ പോകേണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിക്കാതെ പാപ വഴിയിൽ പോകുന്നവരെല്ലാവരും, അത് ഇപ്പൊ എത്ര ഉന്നതന്മാരാണ്, ഉയർന്നവരാണെന്ന് പറഞ്ഞാലും അവരെല്ലാം പോകുന്ന നരകത്തിലേക്കാണ്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർക്കാണ് സ്വർഗം. കാരണം സ്വർഗമുണ്ടാക്കിയത് ദൈവമാണ്. തന്റെ മക്കൾക്ക് വേണ്ടിയാണ് ദൈവം സ്വർഗമുണ്ടാക്കിയത്. അപ്പൊ ഈ സ്വർഗത്തിലേക്ക് നാം പോകണം. എന്ത് ചെയ്യണം? നമ്മുടെ പാപ വഴികളെ വിട്ട് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരു അപ്പനുണ്ടെങ്കിൽ, അപ്പന് 2 മക്കളുണ്ടെങ്കിൽ, അപ്പന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർക്കാണ് അപ്പൻ തന്റെ സമ്പാദ്യങ്ങൾ നൽകുക. അല്ലാതെ തോന്നുന്ന പോലെ ജീവിക്കുന്നവർക്ക് ആർക്കും മക്കൾ കൊടുക്കത്തില്ല. അപ്പൊ തന്റെ നന്നായി ജീവിക്കുന്ന മക്കൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ നന്മകൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ നന്മകളും ആത്മീക നന്മകളുമുണ്ട്. അത് അപ്പന്റെ അവകാശമാണ് മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അപ്പന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ അവകാശം കൊടുക്കൂ. ഇതുപോലെയാണ് നമ്മൾ സ്വർഗീയ പിതാവ്. സ്വർഗത്തിലെ പിതാവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. ഭൂമിയിലെ അപ്പന് നമ്മുടെ പുറമേ ഉള്ള സ്വഭാവമേ അറിയത്തുള്ളൂ. പക്ഷെ സ്വർഗത്തിലെ പിതാവിനെ അറിയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, നാളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ എല്ലാം അറിയുന്നത് സ്വർഗത്തിലെ പിതാവാണ്. അപ്പൊ ആ സ്വർഗത്തിലെ പിതാവ് തന്റെ മക്കൾക്ക് നൽകണമെങ്കിൽ, നമ്മൾ ചോദിക്കുന്ന ദൈവം നൽകണമെങ്കിൽ നമ്മൾ അപ്പന്റെ ഇഷ്ടപ്രകാരം നടന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇഷ്ടപ്രകാരം നമ്മൾ എങ്ങനെ നടക്കണമെങ്കിൽ നമുക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നമുക്കറിയാം, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ആദിമ കാലങ്ങളിൽ ദൈവം 2 മനുഷ്യരെ ഈ ഭൂമിയെ സൃഷ്ടിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അത് ആദാമും ഹവ്വയാണ്. ദൈവം സ്വന്തം കരുത്തിൽ, അതായത് മണ്ണ് കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി അവൻ ജീവനോദേവിയായി തീർന്നു. അപ്പൊ ഈ മനുഷ്യൻ പാപം ചെയ്ത നിമിത്തം ദൈവത്തിന്റെ കൽപ്പന, നിങ്ങൾ തിന്നരുത് എന്ന് പറയുന്നത്, അല്ലെ ചെയ്യരുതെന്ന് പറഞ്ഞ പാപം ചെയ്തപ്പോ ദൈവം എന്ത് ചെയ്തു? ആ തോട്ടം ഇറക്കി വിടുവാനിടയായി. അങ്ങനെയാണ് ഹല്ലേലൂയ സകല മനുഷ്യൻ പാപികളായിത്തീർന്നത്. ഈ പാപത്തിൽ നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യൻ, കാരണം പാപിയായ മനുഷ്യർക്ക് മറ്റുള്ള അവസ്ഥയിൽ കിടക്കുന്നവരെ വിടുവിക്കാൻ കഴിയില്ല. പക്ഷേ പാപമില്ലാത്തവന് മാത്രമേ മനുഷ്യരെ വിടുവിക്കാൻ കഴിയുള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അത് ദൈവം സ്വയം ദൈവമായതല്ല, അല്ലെങ്കിൽ ദൈവം തന്റെ പ്രവൃത്തിയിലൂടെ ദൈവത്വം സ്വീകരിച്ചാണ്. മനുഷ്യൻ, നമുക്കറിയാം, ചില ആൾക്കാരെയൊക്കെ ദൈവം വിശുദ്ധന്മാരായിട്ട് നമ്മൾ പറയുകയാണ്. പക്ഷെ വിശുദ്ധന്മാരായി മനുഷ്യനാക്കിയതല്ല, ദൈവം ആക്കിയതാണ്. അതുകൊണ്ട് മനുഷ്യൻ വിശുദ്ധരാക്കുന്നവരല്ല ദൈവം, പകരം ദൈവം അതായത് സകലത്തെ നിർമ്മിച്ച് സകലത്തെ മനുഷ്യനെ നിർമ്മിക്കുകയും മനുഷ്യന് വേണ്ടി ഇറങ്ങി വരികയും ചെയ്യുന്ന ഒറ്റ ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, പാപം നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന, നമ്മെ പാപമില്ലാത്ത മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിയുന്ന ഒറ്റ ഒരു ഹല്ലേലൂയ നാമമേ ഉള്ളൂ. അത് സകല നാമത്തിനും മേലെ ഉയർന്നിരിക്കുന്ന നാമമാണ്. സ്വർഗങ്ങളിൽ ഉയർന്നിരിക്കുന്ന, മനുഷ്യനെ കയറി ചെല്ലുവാൻ കഴിയില്ല. അവിടെ കയറി ചെല്ലണമെങ്കിൽ ദൈവം വിചാരിക്കണം. നമ്മൾ പറയാറുണ്ട് സ്വർഗത്തിൽ ഞങ്ങൾ പോകുന്നത്. പക്ഷെ സ്വർഗം ഉണ്ടാക്കിയത് ദൈവം തന്നെ മക്കൾക്കാണ്. ദൈവമാണ് സ്വർഗമുണ്ട്. യേശു ക്രിസ്തുവാണ് സ്വർഗമുണ്ടാക്കിയത്. യേശു മാത്രമേ ഇതുവരെ സ്വർഗത്തിൽ കയറിപ്പോയിട്ടുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അവിടെ കയറി കയറ്റുള്ളൂ. പാപം കൊണ്ട് പാപിയായി ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ കഴിയില്ല. പാപമില്ലാത്തവർക്ക് മാത്രമേ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. യേശു മാത്രമേ ഭാവികൾക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി മരിച്ച ഈ ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരാളും മനുഷ്യന് വേണ്ടി മരിച്ചിട്ടില്ല. യേശു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന് വേണ്ടി മരിക്കാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുന്നവരാ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ യേശു ഞങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങൾ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. മതത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതല്ല ഞങ്ങൾ, പകരം യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരാണ്. നിങ്ങൾക്ക് നിത്യമായ സമാധാനം വേണമോ? നിങ്ങൾക്ക് നിത്യമായ സമാധാനം വേണമോ? നിങ്ങൾക്ക് സ്വസ്ഥതകൾ വേണമോ? അല്ലെ നിത്യമായ എന്തും കർത്താവിന്റെ കാര്യങ്ങളിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ചു കൊടുക്കുവാൻ, കർത്താവേ എനിക്ക് ആ സമാധാനം വേണം, എനിക്ക് നിത്യമായ സമാധാനം വേണം, അത് എനിക്ക് ആവശ്യമാണെന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യേശു നിങ്ങൾക്ക് നിത്യമായ സമാധാനം നൽകും. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ.